ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. പരശുരാമൻ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ ഇത് തിരുവനന്തപുരത്ത് തിരുവല്ലത്തിനടുത്ത് കരമന നദിയുടെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ വീതവും കോവളം ബീച്ചിൽ നിന്നും 6 കിലോമീറ്റർ ദൂരവുമാണ് ഇവിടെ എത്താനുള്ളത്. വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ 108 അഭിമാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ബലിതർപ്പണത്തിൻ്റെ പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നാലമ്പലത്തിനകത്തായിട്ടാണ് ഇവിടെ ബലിതർപ്പണങ്ങൾ നടത്തുന്നത്. എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രം എന്ന രീതിയിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. സന്യാസം നേടി നാട്ടിലെത്തിയ ശങ്കരാചാര്യർ തൻ്റെ അമ്മയുടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തിയെന്ന് ഒരു വിശ്വാസമുണ്ട്. കരമനയാറ്റിൽ നിന്നും മണ്ണുകൾ ശേഖരിച്ച് ശങ്കരാചാര്യർ നിർമ്മിച്ച പരശുരാമ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ സംഗമിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. പരശുരാമനോളം തന്നെ പ്രാധാന്യം ഇവിടുത്തെ ശിവപ്രതിഷ്ഠയ്ക്കുമുണ്ട്. ശിവനും പരശുരാമനും വ്യത്യസ്തമായ 2 കൊടിമരങ്ങളും ഇവിടെ കാണാൻ കഴിയും. 2 കൊടിമരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നും ഇതാണ്. നാല് കൈകളോടുകൂടിയ മഹാവിഷ്ണുവും അതിൽ തന്നെ പരശുരാമന്റെ മുഖത്തോടും കൂടിയാണ് പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രത്തെ സംരക്ഷിത സ്മാരകമായി കണക്കാക്കുന്നു. നാലമ്പലത്തിനകത്തുകൂടി ശാസ്താക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴി കാണാൻ കഴിയും. ബലിതർപ്പണങ്ങൾ നടത്തുന്ന കടവാണിത്. പുലർച്ചെ 4 മണിക്ക് ക്ഷേത്രനട തുറന്ന് ക്ഷേത്ര പൂജകൾക്ക് ശേഷം ബലിതർപ്പണങ്ങൾ ആരംഭിക്കും. കുളിക്കുന്നതിനായിട്ടുള്ള ഷവർ സംവിധാനങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഈ ബലിക്കടവിനോട് ചേർന്ന് തന്നെ ഹനുമാന്റെ ഒരു സ്റ്റാച്ചു കാണാൻ കഴിയും. ഹനുമാൻ വീണ വായിക്കുന്ന രീതിയിലാണ് നിർമ്മിതി. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആത്മാക്കളുടെ മോക്ഷത്തിനും ശാന്തിക്കും പ്രാധാന്യം കൊടുക്കുന്ന ക്ഷേത്രം. 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനങ്ങളിലാണ് ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത് എന്ന് പറയപ്പെടുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.